നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില വ്യക്തികളോട് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ അവർ നമ്മുടെ ഒപ്പം വളരെയധികം കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നതായി നിങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ വെറുമൊരു സുഹൃത്ത് എന്ന് മാത്രം പറയുന്നതിൽ അർത്ഥമില്ല. അതായത് തിരിച്ച് അവർക്കൊരു സന്ദർഭം വരുമ്പോൾ നമ്മൾ അവരെയും സഹായിച്ചെന്നു വരാം. ഈ ആൾക്കാരെ നമുക്ക് കോ റെഗുലേറ്റേഴ്സ് എന്നു പറയാം. അതായത് രണ്ടാളുകൾ തമ്മിലുള്ള ബന്ധത്തിലൂടെ അവരുടെ ഇമോഷൻസ് അവർ നിയന്ത്രിക്കുകയും ഒരു വ്യക്തി വിഷമത്തിലോ സമ്മർദ്ദത്തിലോ ആകുമ്പോൾ മറ്റേ സുഹൃത്ത് അത് ശ്രദ്ധയോടെ കേൾക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെ കോപത്തിലായാലും അവനെ ശാന്തനാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരു വ്യക്തിക്ക് സന്തോഷമുണ്ടാകുമ്പോൾ ആ സന്തോഷം പങ്കുവെച്ച് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ കോ റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മിക്ക ആളുകൾക്കും ഉണ്ടായെന്നിരിക്കാം. ഒരുപക്ഷെ അവരുടെ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ ഇത് നമ്മൾക്ക് ഒരുപാട് ആശ്വാസം അല്ലെങ്കിൽ ഒരുപാട് പോസിറ്റിവിറ്റിയാണ് നൽകുന്നത്. ഒരുപക്ഷെ അവർ ഒരു മോട്ടിവേഷണൽ സ്പീക്കറോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു നല്ല സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന ആളുകളോ ഒന്നുമായിരിക്കില്ല. പക്ഷെ അവരുടെ വാക്കുകളും അവരുടെ ചില പ്രവൃത്തികളും ഒക്കെ നമുക്ക് വളരെയധികം പോസിറ്റീവ് ഫീലിംഗ് ആണ് നൽകുന്നത്. ഇങ്ങനെയൊരു കോ റെഗുലേറ്റേഴ്സ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് മാനസികമായിട്ട് ഒരു സുരക്ഷയാണ് ലഭിക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമ്മർദ്ദം കുറയുന്നു. ബന്ധം കൂടുതൽ ആഴമുള്ളതും സ്ഥിരതയുള്ളതും ആവാനും അത് സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മടി കാണിക്കേണ്ട കേട്ടോ. ആ വ്യക്തിയെ നമ്മൾ ഏത് കാലവും കൂടെ തന്നെ ചേർത്തു നിർത്താൻ ശ്രമിക്കേണ്ടതും ആവശ്യമാണ്. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്.